നമ്മളെ മൂത്തൊരു സഖാവ് പി ടി കുഞ്ഞുമുഹമ്മദ്. പി ടി കുഞ്ഞുമുഹമ്മദ് സഖാവ് അല്ല എന്നാരും പറയില്ലല്ലോ. സഹയാത്രികൻ, വെറും സഹയാത്രികനൊന്നല്ല, CPM ടിക്കറ്റില് 2 പ്രാവശ്യം MLA ആയ ആളാണ് കേട്ടോ. 2 പ്രാവശ്യം സ്വതന്ത്ര MLA എന്നൊക്കെ പറയാം. പക്ഷേ CPM കാരനാണ്. എല്ലാ CPM എല്ലാ തരത്തിലുള്ള സംരക്ഷണങ്ങളോടെയും സാംസ്കാരിക രംഗത്ത്, ചലച്ചിത്ര രംഗത്ത് വിരാജിക്കുന്ന മൂത്ത സഖാവാണ് പി ടി കുഞ്ഞുമുഹമ്മദ്. ഇപ്പം ഈ എന്താ പറയാ, ഫിലിം ഫെസ്റ്റിവലിന്റെ നടത്തിപ്പുകാരനാണ്, അതിന്റെ സംഘാടകനാണ്, പ്രവാസികളുടെ സംഘടനയുടെ രക്ഷാധികാരിയും അതിന്റെ ചെയർമാനൊക്കെയാണ്, നോർക്കയുടെ വേണ്ടപ്പെട്ട ആളാണ്. അങ്ങനെ വിവിധങ്ങളായ തസ്തികകളുണ്ട്. അങ്ങനെ പാർട്ടിയുടെ വേണ്ട സ്വന്തം ആള്. ഇയാൾക്കെതിരെ ഒരു പരാതി വരുന്നു. ആരാണ്? ചലച്ചിത്ര രംഗത്തുള്ള ഒരു നവ സംവിധായിക പരാതിപ്പെടുകയാണ്. ആരുടെ അടുത്ത്? മുഖ്യമന്ത്രിയുടെ അടുത്ത് നേരിട്ട് പോയി പരാതി കൊടുക്കുകയാണ്. ഏതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആദ്യ പരാതി യുവതി ഏത് രീതിയിലാണോ മുഖ്യമന്ത്രിക്ക് കൊടുത്തത്, സമാനമായ രീതിയിൽ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കുന്നു. മുഖ്യമന്ത്രി ആ പരാതി അങ്ങോട്ട് പൂഴ്ത്തി വെച്ചു. ഈ മുഖ്യമന്ത്രിയാണ് പറയുന്നത്, ഞാൻ അവൾക്കൊപ്പമാണ്, അതിജീവിതക്കൊപ്പമാണ്, സ്ത്രീകൾക്കൊപ്പമാണ്. പക്ഷേ പീഡകന്മാര് സഖാക്കളായാൽ ഞങ്ങൾ അതിൽ തൊടില്ല. പീഡകന്മാർ സഖാക്കളായാൽ ഞങ്ങൾ അത് ഒതുക്കും. അങ്ങനെ ഈ സംവിധായികയുടെ പി ടി കുഞ്ഞുമുഹമ്മദിനെതിരെ ഈ സംവിധായിക മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതി മുഖ്യമന്ത്രി 13 ദിവസം ഒളിപ്പിച്ചു വെച്ചു. ഈ പാവം സംവിധായിക ഓരോ ദിവസവും പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് അന്വേഷിക്കും. അല്ല, FIR ഇട്ടോ, ഞാനൊരു പരാതി മുഖ്യമന്ത്രിക്ക് കൊടുത്തിരുന്നു, എന്തായി? എല്ലാ ദിവസവും രാവിലെയും ഉച്ചക്കും വൈകുന്നേരവും ഈ പെൺകുട്ടി പോലീസ് സ്റ്റേഷനിൽ ഇങ്ങനെ വിളിച്ചു ചോദിക്കും. അപ്പൊ പോലീസ് അറിയും കിട്ടിയില്ലല്ലോ, എന്തൊക്കെയാണ് പ്രശ്നം? അല്ല, പരാതി മുഖ്യമന്ത്രിക്ക് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ദിവസങ്ങൾ 1 കഴിയുന്നു, 2 കഴിയുന്നു, 3 കഴിയുന്നു, 4 കഴിയുന്നു, 5 കഴിയുന്നു, 6 കഴിയുന്നു. അതിന്റെ അടുക്കാണ് ഈ ആരുടെ സണ്ണി ജോസഫിന്റെ അടുത്ത്, KPCC അധ്യക്ഷന്റെ അടുത്ത് 2ാം പരാതിക്കാരി പരാതി അയക്കുന്നത്. ശുദ്ധനായ ആദർശ ധീരനായ സണ്ണി ജോസഫ് എന്ന് പറയുന്ന KPCC അധ്യക്ഷൻ ആ പരാതി നേരെ DGPക്ക് കൈമാറുന്നു. അപ്പം തന്നെ ഈ അന്തംഗമ്മികള് അത് കൈമാറാൻ നേരം വൈകിപ്പോയി. കാരണം ഇമെയില് KPCC അധ്യക്ഷന് ഇമെയില് 2 ദിവസം മുമ്പേ വന്നിരുന്നു, 2 ദിവസം വൈകിപ്പോയി എന്നൊക്കെ പറഞ്ഞ് ഇൻകുലാബ് വിളിക്കുമ്പോഴാണ് ഇതിന്റെ 10 ദിവസം മുമ്പേ മുഖ്യമന്ത്രിക്ക് മൂത്ത സഖാവ് ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു സംവിധായികയുടെ പരാതി സാക്ഷാൽ മുഖ്യമന്ത്രി പൂഴ്ത്തിയത്. അവിടെയാണ് മുഖ്യമന്ത്രി പരാതി പൂഴ്ത്തിയതിനെ കുറിച്ച് ആർക്കും മിണ്ടാട്ടമില്ല. കാരണം ആരും അറിഞ്ഞില്ലായിരുന്നു. അവസാനം ഒരു ഗതിയുമില്ലാതെ, കാരണം ഈ പരാതിക്കാരി ഓരോ ദിവസവും പോലീസ് സ്റ്റേഷൻ വിളിക്കാണ്, എന്റെ പരാതി. അങ്ങനെ 13ാം ദിവസം ഈ കാര്യങ്ങളൊക്കെ അത്യാവശ്യം ജനങ്ങളൊക്കെ അറിഞ്ഞു എന്ന് തുടങ്ങിയപ്പം ഒരു രക്ഷയുമില്ല, എടുത്ത് പോലീസിൽ കൊടുത്ത്. ഇപ്പോഴും പി ടി കുഞ്ഞുമുഹമ്മദിനെ തൊട്ടിട്ടില്ല പോലീസ് കേട്ടോ. ഇപ്പോഴും പി ടി കുഞ്ഞുമുഹമ്മദ് എന്ന് പറയുന്ന സ്ത്രീ പീഡകനെ അങ്ങനെ പറയാൻ എനിക്ക് വിഷമമുണ്ട്. പക്ഷേ നമുക്ക് ബദലല്ലേ എന്ന് പറഞ്ഞാൽ, രാഹുൽ മാങ്കൂട്ടത്തിലെ നിങ്ങൾ സൈക്കോപാത്ത് അല്ലെ, ലൈംഗിക വൈകൃതക്കാരൻ എന്നൊക്കെ പറഞ്ഞ പോലെ പി ടി കുഞ്ഞുമുഹമ്മദിനെ ഏതായാലും സൈക്കോപാത്ത്, ലൈംഗിക വൈകൃതക്കാരൻ എന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. അതൊക്കെ പറയുന്നത് നിങ്ങളാണ്. എന്ന് പറഞ്ഞാൽ അന്തംഗമ്മികളാണ്, മൂത്ത കമ്മികളാണ്. പിണറായി വിജയനാണ് പറഞ്ഞത് പത്രസമ്മേളനം വിളിച്ചിട്ട്, അയാൾ ലൈംഗിക വൈകൃതക്കാരനാണ്, ഏറ്റവും വലിയ ഭീകരനാണ്. ഗോവിന്ദമാഷ് പറഞ്ഞു, ആകെ കെട്ടപ്പം ഞെട്ടിപ്പോയി, ഇങ്ങനത്തെ ഒരു സംഭവം ലോകത്തിൽ ഉണ്ടായിട്ടില്ല, ഏറ്റവും വലിയ പെണ്ണുപിടിയനാണ്. അപ്പോഴാണ് കോടതി എന്ന് പറഞ്ഞത് ഈ പരാതിയിലൊന്നും വലിയ കാര്യമൊന്നുമില്ല, ഈ പരാതിയിലൊന്നും വലിയ കാര്യമില്ല, അതിൽ ബലാത്സംഗം നടന്നിട്ടില്ല, ഒന്നും നടന്നില്ല, ഇതൊക്കെ പരസ്പര സമ്മതത്തോടു കൂടിയുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റിന്റെ ഭാഗമായി നടക്കുന്ന ചില കാര്യങ്ങളാണ്, അത് എല്ലാ സ്ഥലത്തും നടക്കാറുണ്ട് എന്ന് കോടതി തന്നെ നിരീക്ഷിക്കുന്നു. ഇനി ഇതിനേക്കാളൊക്കെ വലിയ കാര്യം എന്താ അറിയോ? ഇതിനേക്കാളൊക്കെ നമ്മൾ ഞെട്ടിപ്പിക്കുന്ന സംഭവം റിനി ആൻ ജോർജ് ഇവിടെ ഉണ്ടോ? എവിടെയെങ്കിലും ഉണ്ടോ റിനി ആൻ ജോർജ്? സ്ത്രീകൾക്ക് വേണ്ടി, സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി, സ്ത്രീകളുടെ സംരക്ഷണത്തിന് വേണ്ടി, സ്ത്രീകളുടെ മാനത്തിന് വേണ്ടി പടപൊരുതുന്ന വീരനായിക റിനി ആൻ ജോർജിനെ കാണാനില്ലെന്നേ. പി ടി കുഞ്ഞുമുഹമ്മദിനെതിരെ പരാതി കൊടുത്ത, ഈ ലൈംഗിക പീഡന പരാതി കൊടുത്ത നവ സംവിധായിക, ആ സംവിധായികയുടെ രക്ഷക്ക് എവിടെ? റിനി ആൻ ജോർജ് എവിടെ? ആരെ
ആരെങ്കിലും ഒന്ന് വിളിച്ചു കൊണ്ടുവരണം റിനിയെ. റിനി വരട്ടെ. റിനി ആയിരുന്നല്ലോ രാഹുൽ മാങ്കൂട്ടത്തെ പിടിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ആയിരുന്നു അല്ലേ? ചാനലുകൾ മുഴുവൻ റിനിയുടെ വക രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്ത്രീ പീഡന കഥകൾ ഇങ്ങനെ വിവരിക്കുകയായിരുന്നു അല്ലേ? എന്തേ പി ടി കുഞ്ഞു മുഹമ്മദിന്റെ കുഞ്ഞായതുകൊണ്ടാണോ? ആരോ ഒരാള് തമാശ പറഞ്ഞു, പി ടി കുഞ്ഞു മുഹമ്മദ് അങ്ങനെ വലിയ പീഡനം നടത്തൂല, നമ്മുടെ കുഞ്ഞു അല്ലേ, കുഞ്ഞു മുഹമ്മദിന് കുഞ്ഞു പീഡനം. ശ്രീമതി ടീച്ചർ യന്ത്രവുമായെത്തിയാൽ, ശ്രീമതി ടീച്ചറും ബാലനും കൂടി യന്ത്രവുമായെത്തിയാൽ ആ യന്ത്രം ബീപ് 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 ശബ്ദം പുറപ്പെടുവിക്കില്ല. കാരണം ദുർബലം, തീവ്രത കുറഞ്ഞ് ചെറിയ പീഡനം. കാരണം ആരാണ് പീഡിപ്പിച്ചത്? പി ടി കുഞ്ഞു മുഹമ്മദിന് കുഞ്ഞു പീഡനം. രാഹുൽ മാങ്കൂട്ടോ അത് സൈക്കോപാത്ത്, ലൈംഗിക വൈകൃതക്കാരൻ, അതിഭീകരൻ, ലൈംഗിക എന്താ പറയാ ഗർഭഛിദ്ര വിദഗ്ധൻ എന്നൊക്കെ പറഞ്ഞിട്ട് ആരോപണങ്ങൾ. അപ്പൊ റിനി ആൻ ജോർജ് വന്നിട്ടില്ല. എവിടെ പോയി നമുക്കറിയില്ല കേട്ടോ, എവിടെ പോയി എന്നറിയില്ല. പിന്നെ ആരൊക്കെയാണ്?